ചോലയും അല്ലിയും പൂഴ്ത്തിവച്ചത് ആസൂത്രിത വഞ്ചന. ജോജു ജോർജിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി സംവിധായകൻ സനൽകുമാർ ശശിധരൻ. തിരുവനന്തപുരം. മലയാള സിനിമാ വ്യവസായത്തിൽ മാഫിയ പ്രവർത്തനങ്ങൾ നിലനിൽക്കുന്നുവെന്ന ആരോപണവുമായി സംവിധായകൻ സനൽകുമാർ ശശിധരൻ വീണ്ടും രംഗത്തെത്തി. തന്റെ സിനിമകൾ ആസൂത്രിതമായി പൂഴ്ത്തിവെക്കപ്പെടുകയാണെന്നും അതിനെ ചോദ്യം ചെയ്യുമ്പോഴൊക്കെയും വ്യക്തിഹത്യയും അപകീർത്തി പ്രചാരണവുമാണ് നേരിടേണ്ടി വരുന്നതെന്നും സനൽ സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ച ദീർഘക്കുറിപ്പിൽ ആരോപിക്കുന്നു. വെനീസ് ചലച്ചിത്രമേളയിൽ പ്രദർശിപ്പിക്കപ്പെട്ട മലയാള സിനിമകളിലൊന്നായ ചോല തിയേറ്ററുകളിൽ നിന്നും പിന്നീട് അന്താരാഷ്ട്ര വിതരണ ശൃംഖലയിൽ നിന്നുമാണ് പിൻവലിക്കപ്പെട്ടതെന്ന് സനൽ പറയുന്നു. ഈ വിഷയത്തിൽ മറുപടി പറയേണ്ടവർ മൗനം പാലിക്കുന്നതായും തന്റെ ആരോപണങ്ങളെ ഭാവനയായി തള്ളിക്കളയുകയാണെന്നും അദ്ദേഹം വിമർശിച്ചു. ജോജു ജോർജിനെതിരെ കടുത്ത ആരോപണം. നടനും നിർമ്മാതാവുമായ ജോജു ജോർജിനെ നേരിട്ട് പരാമർശിച്ചുകൊണ്ടാണ് സനൽ ഏറ്റവും ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. ചോലയുടെ പ്രിവ്യൂ കണ്ടതിനുശേഷം കൂടുതൽ സമാന സിനിമകൾ നിർമ്മിക്കാൻ താൽപ്പര്യം പ്രകടിപ്പിച്ച ജോജു പിന്നീട് വാക്കുപാലിക്കാതെ പിന്മാറിയെന്നും ഇറാനിയൻ സംവിധായകൻ റിസാം മിർക്കാരിമിയുടെ ഡോട്ടർ എന്ന സിനിമയുടെ റീമേക്ക് അവകാശം വാങ്ങാമെന്ന കരാറിൽ നിന്ന് യാതൊരു കാരണവുമില്ലാതെ പിൻവാങ്ങിയതായും സനൽ പറയുന്നു. ഇമെയിലുകൾക്ക് മറുപടി നൽകാതിരുന്നതും ഒടുവിൽ ആ സിനിമയെ അപമാനിക്കുന്ന രീതിയിൽ വിശദീകരണം നൽകിയതുമാണ് വഞ്ചനയുടെ ഭാഗമെന്ന് അദ്ദേഹം ആരോപിച്ചു. അള്ളി പൂർത്തിയായിട്ടും റിലീസ് ചെയ്യാത്ത സിനിമ. ചോലയുടെ തമിഴ് പതിപ്പായ അള്ളി എന്ന സിനിമയുടെ കാര്യത്തിലും സമാനമായ സംഭവങ്ങളാണ് നടന്നതെന്ന് സനൽ പറയുന്നു. കാർത്തിക് സുബ്രാജുമായി സ്റ്റോൺ ബെഞ്ച് പ്രൊഡക്ഷനുമായി ചേർന്ന് പ്രതിഫലമില്ലാതെ ജോലി ചെയ്തിട്ടും സെൻസർ സർട്ടിഫിക്കറ്റ് ലഭിച്ച് പോസ്റ്ററുകൾ തയ്യാറായിട്ടും സിനിമ റിലീസ് ചെയ്യാതിരുന്നതിൽ ദുരൂഹതയുണ്ടെന്നാണ് ആരോപണം. പിന്നീട് ചോലയുടെയും അള്ളിയുടെയും അവകാശങ്ങൾ വിൽക്കാൻ ശ്രമങ്ങൾ നടന്നുവെന്ന വിവരങ്ങൾ പുറത്തുവന്നതോടെയാണ് സിനിമകൾ പൂഴ്ത്തിവെക്കപ്പെട്ടതിന്റെ കാരണം വ്യക്തമായതെന്നും സനൽ കുറിക്കുന്നു. ഇതൊരു കലാകാരന്റെ പ്രവൃത്തിയല്ല, വഞ്ചകന്റേതാണ്. ജോജു ജോർജ് ഒരു കലാകാരനല്ല, മറിച്ച് വഞ്ചകനാണെന്ന കർശനമായ നിലപാടാണ് സനൽ സ്വീകരിക്കുന്നത്. തുച്ഛമായ കൂലിക്ക് ജോലി ചെയ്ത നിരവധി കലാകാരന്മാരെയും മലയാള സിനിമയെ തന്നെ വഞ്ചിച്ചുവെന്നുമാണ് ആരോപണം. ഞാൻ പറയുന്നത് സത്യമല്ലെങ്കിൽ ജോജു ജോർജിന് മറുപടി പറയാമെന്ന് വെല്ലുവിളിച്ചുകൊണ്ടാണ് കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. ഉന്നയിച്ച പ്രധാന ചോദ്യങ്ങൾ: അഖിൽമാരാറുമായുള്ള മധ്യസ്ഥ ചർച്ചയിലെടുത്ത തീരുമാനങ്ങളിൽ നിന്ന് പിന്നോട്ടു പോയതെന്തുകൊണ്ട്? സെൻസർ സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടും അള്ളി റിലീസ് ചെയ്യാതിരുന്നതെന്തിന്? കുറിപ്പിനൊപ്പം പങ്കുവച്ച തെളിവുകൾ: 1. അള്ളി സിനിമയുടെ സെൻസർ സർട്ടിഫിക്കറ്റ്. 2. അള്ളിയുടെ പോസ്റ്റർ. 3. ചോലയുടെ അന്താരാഷ്ട്ര വിതരണം നിർത്തണമെന്നാവശ്യപ്പെട്ട ഇമെയിൽ. 4. ഡോട്ടർ റൈറ്റ്സ് ചർച്ചയിൽ നിന്ന് പിന്മാറിയതിന്റെ ഇമെയിൽ. ഈ ആരോപണങ്ങളിൽ ബന്ധപ്പെട്ടവരുടെ പ്രതികരണം ഇതുവരെ ലഭിച്ചിട്ടില്ല. വാർത്ത തയ്യാറാക്കിയത് റഷീദ് തൊഴിയൂർ, ഫ്യൂഷൻ ഫ്ലിക്സ് മീഡിയ.